10-12 ലക്ഷം മാത്രം വിലയുള്ള മാരുതിയുടെ സിയാസ് കാറിലാണ് രാജ്യത്തിന്റെ ധനമന്ത്രി വരുന്നത്. ദില്ലിയിൽ പോകുമ്പോൾ നമുക്കെല്ലാം അറിയാം, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരിൽ മിക്കവാറും എല്ലാവരും ഇതുപോലെയുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും തീർച്ചയായും പ്രതിരോധ മന്ത്രിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ വാഹനങ്ങൾ ഉണ്ടാകും. കേരളത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷന്മാർ മുതൽ സർവ്വ കോർപ്പറേഷന്റെയും ബോർഡിന്റെയും അധ്യക്ഷന്മാർ മുതൽ സംസ്ഥാനത്തെ മന്ത്രിമാർ വരെ 30-35 ലക്ഷം, ഇതിന്റെ 3 ഇരട്ടി വരെയുള്ള ഇന്നോവ കാറുകളിൽ, ഇതിന്റെ 3 ഇരട്ടി പരിപാലന ചെലവുള്ള വണ്ടികളിൽ സഞ്ചരിക്കും. ഇനി മന്ത്രിമാർ കഴിഞ്ഞ് അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ വരെ ഇതുപോലെയുള്ള വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. ഇത്തവണത്തെ ബജറ്റിലും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ 100 കോടി നമ്മുടെ ധനമന്ത്രി മാറ്റിവെച്ചിട്ടുണ്ട്. അവർക്ക് മുന്നിലാണ്. ദില്ലിയിൽ കേരള ഹൗസിൽ തന്നെ 2 വാഹനങ്ങൾ മാറ്റിയിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും മാത്രം ഉപയോഗിക്കാൻ വില കൂടിയ വാഹനങ്ങൾ. അവരില്ലാത്തപ്പോൾ മൂടിയിട്ടിരിക്കും. കേരള ഹൗസിൽ ചെല്ലുന്നവർക്ക് കാണാം. രാജ്യത്തിന്റെ ധനമന്ത്രി വരുന്ന വാഹനം ഇതാണെന്ന് കേരളത്തിലെ ഈ ഇന്നോവയ്ക്ക് കൊതിച്ചിരിക്കുന്ന അവർ മുഴുവൻ ആലോചിക്കട്ടെ. കേരളത്തിലെ ജനങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്താണ് നിങ്ങളെ ഈ ഇന്നോവയിൽ സഞ്ചരിപ്പിക്കുന്നത്.